ദേഷ്യം ഒഴിവാക്കണം. ദേഷ്യം നല്ലതല്ല. ചില ആളല്ല പറയുക, എനക്ക് മിറ്റ് ചൊടി വന്നെങ്കിൽ ഞാൻ പിന്നെ ആള് ശരിയല്ല, ആള് ശരിയല്ല, ഓന് ചൊടി വന്നില്ലെങ്കിൽ ആള് ശരിയല്ല. എന്റെ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. എനിക്കർസബന്താ എന്നോട് കളിക്കണ്ട, നിങ്ങൾക്ക് എന്റെ അണപാറ അറിയലാന്ന് പറഞ്ഞെങ്കിൽ ആള് ശരിയല്ല എന്നാണ്. അങ്ങനെ അവരിത് ദേഷ്യം വരാൻ പാടില്ലല്ലോ. 3 തവണ റസൂലുള്ളാഹി ചോദിച്ചു, നബി ഔസിനി, എനിക്ക് വസിയത്ത് കൊണ്ട് നബിയേ, എന്നോട് നല്ല വസിയത്ത് ചെയ്യണം. അപ്പോ പറഞ്ഞു നബി തങ്ങൾ, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യം അല്ലേ, വാഹനമൊക്കെ ഓടിക്കുമ്പോ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോ തെറ്റിയിട്ട് ഗടിപിടിയിലൊരുത്തം വന്നെങ്കിൽ എന്തെല്ലാം പറയുന്ന ഓരോരുത്തൻ പറയുന്ന ഗ്ലാസ് ഇട്ടിട്ടാകും പറഞ്ഞില്ല, അങ്ങ് സമാധാനാന്നില്ല. ഓൻ കേൾക്കുന്നില്ല എന്ന് ഉറപ്പുണ്ട്. ഓൻ പോയിട്ടായി, ഓ അപ്പറ പോയിനി, ഓർ ഇപ്പറ പോയിനി, കണ്ണ് കാണുന്ന അതിന്റെ മോ എന്തെല്ലാം അല്ലേ, വിളിച്ചിട്ടായിട്ട് നല്ല നല്ല സമാധാനം. എന്നെ ഈ ചീത്ത വിളിച്ചിട്ടാകുമ്പോ നമുക്ക് നല്ല ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ സൈത്താനുണ്ടോ എന്നർത്ഥം. ചീത്ത വിളിച്ചിട്ടാകുമ്പോ ഒരു അപകടം നടന്നാലും ശ്രദ്ധിക്കാം, ഒരു ആക്സിഡന്റ് ആയി വേണമെന്നിട്ട് ആരെങ്കിലും കൊടുത്തിട്ട് കുത്തുവാ, നിങ്ങൾ നോക്കി ഒക്കല്ലേ, വേണമെന്ന് ആരെങ്കിലും നമ്മളെ ഗാഡിക്ക് കൊടുത്തിട്ട് കുത്തല. അപ്പൊ അൺഎക്സ്പെക്ടഡ് സംഭവിച്ചിട്ടായ പിന്നെ ഗലാട്ടാക്കിയിട്ട് ഓന്റെ തപ്പ് നിന്റെ തപ്പ് കണ്ടിട്ടില്ല. സൗദിയില് വണ്ടി ആക്സിഡന്റ് ആയി, നിസ്കാരത്തിന് സമയമായി, ഇമാം ജമാഅത്തായി നിസ്കരിച്ചു. ആര് വണ്ടി കൊണ്ടിച്ച പരസ്പരം വലിയ വലിയ വണ്ടികൾ കൂട്ടിയിടിച്ചിട്ട് വണ്ടി പൊടിയായി ഓർ നിസ്കരിച്ചു. ഓർ ഇമാം ജമാഅത്തായി നിസ്കരിച്ചു. ഞമ്മ ഇമാം ജമാഅത്ത് പോയിട്ട് അന്ന് നിസ്കരിക്കയില്ല. ഞാൻ ഇത്ര നേരം നിസ്കരിച്ചിട്ട് ഞാൻ നിസ്കരിക്കുന്നില്ല, എന്റെ വണ്ടിക്ക് എന്നെ കുത്തണം, ഞാൻ അത്ര ജാഗ്രതയിൽ പോകുമ്പോ. അങ്ങനെ എന്തില്ല. വണ്ടി അപകടത്തിൽപ്പെട്ടാൽ നമ്മൾ ചീത്ത വിളിക്കാൻ പാടില്ല. പറയുന്ന പറച്ചലെല്ലാം കേട്ടെങ്കിൽ ഓ എത്ര നല്ലേ, കാണുമ്പോ എല്ലാരും നല്ല ആളെന്നെ, പാപ്പന്നെല്ലാം. ഒരുത്തനോട് ഗലാട്ടാക്കിയിട്ട് നോക്കണോ അവന്റെ ശരിയായ അണപാറ, ഓന് എങ്ങനത്തെ സാഹിത്യം സമ്പുഷ്ടമായ വാക്ക് ചീത്ത വിളിക്കുന്നതിലും അവന്റെ ബായിലുണ്ടെന്ന് അറിയണമെങ്കിൽ ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യം നല്ലതല്ല. ദേശത്തില് ഖൈറില്ല, അതില് സന്തോഷമില്ല, അതില് സമാധാനമില്ല. അവ്വലുൽ ഗളബി ജുനൂൻ. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയുന്നു, ചൊടിന്റെ ആദ്യം ഭ്രാന്താണ്. ഭ്രാന്ത് ചൊടി വന്നാ മനുഷ്യൻ ഭ്രാന്തനാണ്. അപ്പൊന്നും പറയാൻ പാടില്ല, മിണ്ടാതിരിക്കണം. ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മള് ഭാര്യയോട് ദേഷ്യപ്പെടുക, ഉമ്മാട് ദേഷ്യപ്പെടുക, മക്കളോട് ദേഷ്യപ്പെടുക, അണികളോട് ദേഷ്യപ്പെടുക, കീഴുദ്യോഗസ്ഥന്മാരോട് ദേഷ്യപ്പെടുക, സ്റ്റാഫുകളോട് ദേഷ്യപ്പെടുക, ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല. നല്ല സ്വഭാവത്തിലായി, വർത്തനയിലായി, പെരുമാറ്റത്തിലായി കഴിയണം. എന്നാൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാം. അല്ലാ തൗഫീഖ് നൽകണം. അല്ലാ ആള് കൂടിയ ജാഗയുടെയാണ് കേട്ടപ്പോ ഖബർസ്ഥാനി കൊണ്ടുപോയിട്ട് കാണിച്ച് ഇയാള് പരട്ടിക്കൊരടി ഒടിച്ചു. ആ മനുഷ്യനാടെ വീണ് തല പൊട്ടി, രക്തം വന്നുപോയി. ടൗണിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, അവിടെ ഒരു ഭ്രാന്തനുണ്ടായിരുന്നു. അയാളോട് ഞാൻ ചോദിച്ചു, എവിടെയാണ് ടൗണ്, അങ്ങാടി? അയാൾ എന്നെ കൊണ്ടുപോയിട്ട് ഖബർസ്ഥാനി കാണിച്ചു. ഞാൻ അയാളെ അടിച്ചു. അപ്പോൾ അയാൾ ദുആ ചെയ്തു, അല്ലാഹുവേ, എന്നെ അടിച്ച ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കുക അല്ലാ. എങ്ങനെ തച്ചിട്ട് വീണ്ട് തലല പൊട്ടിട്ട് കിടന്നിട്ടുണ്ട്. ആടുന്ന് കിടന്ന മനുഷ്യൻ ദ്വാരക്കെന്ന്, പഠിച്ചോനെ ഇയാൾക്ക് നീ സ്വർഗം കൊടുക്കല്ലാ. നമ്മളെ പോലെ തന്നെ ആളല്ലേ, അല്ലേ? നമ്മളെ പോലെ അല്ലേ? തല്ല് കൊണ്ടായിരുന്നു സ്വർഗം കൊടുക്കാൻ ദ്വാരക്ക് പോയപ്പോ തല്ല് കിട്ടിയായിരുന്നു. തല്ല് വേണ്ട, മദ്രസന്റെ ഉസ്താദ് പേടിപ്പിച്ചെങ്കിൽ എന്റെ കിടാവിനെ കണ്ണുർട്ടിട്ട് നോക്കിനാലെ ഉസ്താദ് 20-ലാണ്. ഏതു ആകട്ടെയാള് ദ്വാരുന്നു. അവർ പറഞ്ഞു, അത് ഇബ്രാഹിം ഇബ്നു അദ്ഹമാകാം. അവർ ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നു ഖബർസ്ഥാനോട് അടുത്ത് നോക്കുമ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം കടന്നിട്ട് അവിടെ പൊളയുകയാണ്. തല ഉയർത്താൻ പറ്റുന്നില്ല. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു,
ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, അങ്ങ് ഇബ്രാഹിം ഇബ്നു അദ്ഹമാണെന്ന് എനിക്കറിയില്ല, അറിയാതെ ഞാൻ അടിച്ചുപോയതാണ്, എനിക്ക് മാപ്പാക്കണേ, എനിക്ക് മാപ്പാക്കണേ, എനിക്ക് പൊരുത്തപ്പെടണേ. ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, നീ പൊരുത്തം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല തങ്ങളെ, ഞാൻ നിങ്ങളെ അടിച്ചിട്ട് നിങ്ങളുടെ തല വീണിട്ട്, നിങ്ങൾ വീണിട്ട് തലവേദനയായിട്ട് രക്തം വന്നിട്ട് നിങ്ങൾ എന്തിനാണ് എനിക്ക് സ്വർഗം കിട്ടാൻ ദ്വാരുന്നത്? എനിക്ക് സ്വർഗം കിട്ടാൻ നിങ്ങൾ ദ്വാരുന്നത് എന്തിനാണ്? അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, മോനെ, നീ എന്നെ അടിച്ചല്ലോ, അടിയുടെ വല്ലാത്ത വേദനയാണ്, ഞാൻ താഴെ വീണല്ലോ, എന്റെ തല നിലത്തടിച്ചു, എനിക്ക് വല്ലാത്ത വേദന, എനിക്ക് എണിക്കാൻ കഴിയുന്നില്ല. ഈ വേദന, ഈ നൊമ്പലം എനിക്ക് കിട്ടിയതിന് നാളെ സ്വർഗത്തിലൊരു പ്രതിഫലമുണ്ട്, ഒരു കൂലിയുണ്ട്. ആ കൂലി കിട്ടാൻ കാരണം നീയല്ലേ മോനെ, നീ എന്നെ ഉപകാരം ചെയ്തതല്ലേ, നീ എനിക്ക് ഹെൽപ്പ് ചെയ്തതല്ലേ, എനിക്ക് ഹെൽപ്പ് ചെയ്ത നിനക്ക് തിരിച്ചു തരാൻ എന്റെ കയ്യിൽ സമ്മാനങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് അല്ലാഹു സ്വർഗം തരട്ടെ എന്ന് ദ്വാരുന്നത്. തിരിച്ചിട്ടുള്ള സമ്മാനമാണ്. എങ്ങനെ? തച്ചിട്ട് വീണ്ടും പൊട്ടിയിട്ട് ചോര വന്നിട്ട് കിടന്നവിടുന്നു, തച്ച ആൾക്ക് ദ്വാരക്കുന്ന പഠിച്ചോനെ സ്വർഗം കൊടുക്കുന്നു. അങ്ങനത്തെ മനസ്സുള്ള ഇബ്രാഹിം ഇബ്നു അദ്ഹം ഒക്കെ സ്വർഗത്തിൽ പോകുമ്പോ നമ്മ നേർച്ച പൈസ പഠിച്ചോനെ മണ്ണ് തിന്നിട്ട് ഹലാക്കായിട്ട് വണ്ടിന്റെ അടിക്ക് വേണ്ടി ആക്സിഡന്റ് ആയിട്ട് കൈ വേറെ കാല് വേറെ ആയിട്ട് എന്റെ എതിരിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനത്തെ എല്ലാ ശാപം വെക്കുന്ന ശാപം നമ്മളാർക്കും ശാപം വെക്കണ്ട. പെണ്ണുങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ, ഇവിടെ കടപത്തുണ്ടാന്നറിയില്ല, പെണ്ണുങ്ങളെല്ലാം ശാപം വെക്കുന്ന ചില അപ്പുറപ്പുറല്ലോ നോക്കോൾ അനുഭവിക്കും, ഓക്ക് കിട്ടാതെ പോകല, ഞാൻ അയൽക്ക് പൈസ ഇൽക്ക് പൈസ. അത് അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആ ശാപം തിരിച്ചു വരും. ഉമ്മാർ മക്കൾക്ക് ശാപം അല്ലേ? മംഗലാവനായ പെണ്ണുമക്കൾക്ക് ഉമ്മാർ ചെന്ന്, ആയിട്ടില്ല മോളെ, നിങ്ങക്കൂടെ ഉമ്മാന്റെ അടുത്ത് അറിഞ്ഞിട്ടില്ല, നിങ്ങൾക്കുണ്ടല്ലേ, നോക്ക മംഗലാവനുണ്ടല്ലേ, അവിടെ ഉണ്ടല്ലേ, അപ്പറിയൂ നിങ്ങക്ക്. അവിടെ പോയി നോക്കുമ്പോ ഈ അമ്മായിമ്മ ചൂട്ടായിട്ട് ഓളെ തായമീറ്റാക്കുമ്പോ ഉമ്മ പോന്നെ വയ്യക്ക്, അമ്മായി ചൂട്ട അയ്മാന്റെ ബുദ്ധി ശരിയാക്കാൻ എന്തെങ്കിലും ഇസ്മുദാറിന് വന്നിട്ട് സുറൂദ് വയ്യക്ക് പോന്നെ. പണ്ട് സാപ്പ് വെച്ചിന് ഇതേ ഉമ്മ, നിങ്ങക്ക് അനുഭവിക്കാനുണ്ടോ, നിങ്ങക്ക് കിട്ടാനുണ്ടോ, നിങ്ങക്ക് മക്കാവാനുണ്ടോ, നിങ്ങക്ക് അറിയാനുണ്ടോ എന്ന് പറഞ്ഞില്ല. അപ്പൊ സീരിയസ് ആക്കിയിട്ടില്ല. അതെല്ലാം ശാപമാണ്. ചില നാട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെയുണ്ട്, തൊട്ടേനി പിടിച്ചേനും സല്ലാണത്ത് ഇവിടെ ഉണ്ടങ്ങനെ. പാപ്പ കൊടുത്തവർക്ക് അറിയല, ഒന്നാ അറിയല, ഇല്ലെങ്കിൽ പെണ്ണുങ്ങളെ പേടിച്ചിട്ട് രണ്ടിലൊന്ന്. ഏത്? ചില ആൾക്കാർ അറിയാത്ത മുണ്ടാതിരുന്നിട്ട് പാപ്പ, അല്ലെങ്കിൽ പോയിട്ട് നമുക്ക് ഇട്ട് ചട്ടുവത്തിൽ എന്നിട്ട് അവിടെ ബഗിളിയ സല്ലാണത്താ. ഏത്? ഇല്ല, സല്ലാണത്തിലൂടെ ഇല്ല, തങ്ങളെ ഉണ്ടാകണം. തങ്ങെന്തും ഉണ്ടെന്നില്ല, തങ്ങ എല്ലാവർക്കും ദ്വാരക്കുന്ന മാത്രം, തങ്ങ അങ്ങനത്തെ അറിയാല. തങ്ങളും ഉണ്ടെന്നില്ല, അല്ലാത്തവരും ഉണ്ടെന്നില്ല. അപ്പൊ എന്താ ഇവിടെ ഇല്ലേ സല്ലാണത്ത്? അങ്ങനെ എന്ത് ചെന്നില്ലേ? അറിയല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് അർത്ഥമായെന്നില്ലേ? സല്ലാണത്തും ചെലലില്ല. ഒരു പാലക്കാരൻ ചെല്ലു ഉണ്ടെന്ന് തോന്നുന്നു. പാടില്ല. ലഅനത്ത് ചോദിക്കലാണ് ശാപം, ശാപമാണ്. ഉമ്മാർ പറഞ്ഞില്ലേ, എന്ത് ശാവരമക്കാൻ മക്കൾക്ക് യാറ മക്ക ഈ പെണ്ണുങ്ങൾ സാപ്പ വെക്കുന്ന മൊബൈൽ എടുത്ത് ഉമ്മാരെന്ന് മൊബൈൽ പറ്റാൻ തീരാ. മൊബൈൽ വലിയ ഈ ലഹരി കഞ്ചാവിനെ കാട്ടിയും ഈ കള്ളിനെ കാട്ടിയും മറ്റുള്ള സകലമാന തിന്മകളെ കാട്ടിയും വലിയ തിന്മയായി ഇന്ന് ഈ ആധുനിക സംവിധാനങ്ങളുള്ള മൊബൈൽ ഫോണുകളിലൂടെ എത്ര തിന്മകളാണ്. ഇന്ന് റിപ്പോർട്ട് കന്നഡ പത്രത്തിൽ വിശ്വാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് വായിക്കാനിട വന്നു. 6ഓളം ആളുകൾ ഈയിടെ ഓൺലൈൻ ഗെയിമിലൂടെ ജീവനൊടുക്കിയവരാ. ഈ ജില്ലയിൽ പോലും ഓൺലൈൻ ഗെയിമുകളുടെ പിന്നാലെ പോയി ജീവനൊടുക്കിയ മക്കളുണ്ട്. നമ്മൾ അറിയാതെ പോകുന്നു. വലിയ വലിയ മുസീബത്താണ്. വളരെ ശ്രദ്ധയോടെ ഉമ്മമാർ ഉപ്പമാർ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ മക്കൾ എവിടെയോ എത്തിപ്പോകും. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. നല്ലോണം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിസ്കാരം കൃത്യമാക്കണം.
സുബഹി അടക്കം ഒന്നും ഖളാ ആകാതെ ഞാനും നിങ്ങളും സൂക്ഷിക്കുന്നവരാകണം. നിസ്കാരം ജുമുഅക്ക് നേരത്തെ പോകണം. പോയി പള്ളിയിൽ പോയിരുന്ന് അൽ കഹ്ഫ് ഓതണം. പിന്നെന്താ ശനിയാഴ്ച, ഇന്നലെ വെള്ളിയാഴ്ച. ഇന്നലെ അൽ കഹ്ഫ് ഓതിയാളൊന്ന് കൈബന്ധിച്ച ഒരു ടെസ്റ്റ്. ഇന്നലെ പള്ളിയിൽ പോയിട്ട് അൽ കഹ്ഫ് ഓതിയാള് ഈ കടുവ പരിസരത്ത് നോക്ക ആര് അൽ കഹ്ഫ് ഓതീന്? ഒരാൾ, 2, 3, 4, 5. അൽഹംദുലില്ലാഹ്, 5 ആളെങ്കിലും ഈ സദസ്സിൽ അൽ കഹ്ഫ് ഓതിയല്ലോ. അല്ലാഹു കബൂലാക്കട്ടെ. ഇന്നലെ മൊബൈൽ ഫോൺ തൊടാത്തോർന്ന് കൈബന്ധിച്ച. ഇന്നലെ സുബഹി മുതൽ മഗ്രിബിന്റെ ഇടയിൽ മൊബൈൽ ടച്ച് ചെയ്തിട്ടില്ലാത്ത ഒരാൾ, തൊട്ടിട്ടേ ഇല്ല ഒരാൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഉണ്ടാ നല്ല വലിയ ഫോൺ ഉണ്ടാ? ഇല്ല. വിനോദ് തുടർന്ന് ഇന്നലെ ചൊല്ലി താളത്തിന് പോവാത്തവർ കൈബന്ധിക്കല്ലേ മംഗളത്തിനോട് അവിടെ പോയിട്ടാകുമ്പോ അങ്ങനെ ഒരു 10 ബേസന്മാർ കൈബന്ധിച്ചു. ഞാൻ ചൊല്ലി നിങ്ങൾ കൈ പൊന്തിക്കൊണ്ടില്ല. താളത്തിന് പോകുന്നവർ നിങ്ങളെ കൊണ്ടുപോകുന്നേ ഇല്ല അല്ലേ? ഈ താളത്തിന് പോകുമ്പോ ഈ പാലക്കാരൊക്കെ ദൈവത്തൊണ്ടന്മാർ കൊണ്ടുവന്നു. അല്ലാഹു അയാൾ അൽ കഹ്ഫ് ഓതി എന്ന് പറഞ്ഞു. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇല്ലാത്ത ആള് രക്ഷപ്പെട്ടു എന്ന് പറയാ. ആ വലിയ ഫോൺ ഇല്ലാത്ത ആള് അൽഹംദുലില്ലാഹ് ഓർ കുറെ സലാമത്തായി. ഓർ നല്ലൊരു ഇപ്പൊ ഒരു നാട്ടില് നല്ല ആള്, ഒരു ഔലിയ, ഒരു സൂഫി, ആ ചെറിയ ഫോണുള്ള ആൾ, ഒരു പാതി സൂഫിയോൾ. ആര്? ആ ചെറിയ ഫോൺ ആരുടെ കയ്യിലുണ്ടോ അയാള് തങ്ങളെ പോലെ അങ്ങ് ബൊമ്മൻചോളി. കാരണം അയാൾക്ക് ഈ സോഷ്യൽ മീഡിയ അറിയല, ഈ പിത്തിന ഫസാദ് അറിയല, ഈ വേണ്ടാത്തരറിയല. പണിക്കും പോയിട്ട് ആ ചെറിയ ഫോൺ പിടിച്ചിട്ട് നിസ്കരിച്ചിട്ട് കുടുംബം നോക്കിയിട്ട് ആ ജീവിക്കുന്ന ആ മനുഷ്യന് സ്വർഗത്തിലേക്ക് തന്നെ പോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഒരു ദുനിയാവിന്റെ പിത്തിന ഫസാദിലും ഓറുണ്ടാവേല. സകല പിത്തിന ഫസാദും ഈ സോഷ്യൽ മീഡിയയാണ്. വയല് പറയുന്നവരും വയല് കേൾക്കുന്നവരും ചില ഉസ്താദുമാരും അല്ലാത്തവരും സോഷ്യൽ മീഡിയയുടെ അവിടെ ഇടപെടലുകൾ കണ്ടാൽ അവർക്ക് ഗീബത്തില്ല, നമീമത്തില്ല, കളവില്ല, കളിയാക്കൽ, ഇതൊന്നും വിഷയമല്ല. ആളുകളെ ഇട്ട് തോണ്ടിക്കൊണ്ടിരിക്കുക, മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നുക. ലീഡർമാരാണെങ്കിലും അത് ഉസ്താദാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരാളുടെയും ഇസ്സത്ത് കെടുത്തുന്ന ഒരു പരിപാടി സോഷ്യൽ മീഡിയയിൽ നടത്തിയാ പോലും നാളെ മഹ്ശറയിലേക്ക് നീ എത്തുമ്പോ നീ കളിയാക്കിയ മനുഷ്യനില്ലേ, നീ ഡോങ്കിയാക്കിയ ആളില്ലേ, നീ നാണം കെടുത്തിയ ആളില്ലേ, ഓൻ സ്വർഗത്തിൽ നിന്നിട്ട് ഹലുമ്മ ഹലുമ്മ സ്വർഗത്തിലേക്ക് നിന്നെ വിളിക്കുന്നു. നീ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുന്ന നേരത്ത് സ്വർഗത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചിട്ട് നിന്നെ നാണം കെടുത്തി ചിരിക്കാനുള്ള അവസരം അല്ലാഹു അവന് കൊടുക്കുന്നുണ്ട്. നീ ഒരാളെയും കളിയാക്കി ചിരിക്കണ്ട, ഒരാളെയും നീ നാണം കെടുത്തണ്ട, ഒരാളെയും നീ ഫളീഹത്താക്കണ്ട, ഒരാളെയും സോഷ്യൽ മീഡിയയിലോ ശത്രുവാവട്ടെ, നിന്റെ പാർട്ടിക്കാരനാവട്ടെ, അല്ലാത്തവനാവട്ടെ, രാഷ്ട്രീയമുള്ളവനാവട്ടെ, ഇല്ലാത്തവനാവട്ടെ, നമുക്കെതിരെ പറഞ്ഞവനാവട്ടെ, നമ്മെ സപ്പോർട്ട് ചെയ്തവനാവട്ടെ, ഒരാളെയും നീ സോഷ്യൽ മീഡിയയിലിട്ട് നീ പിടിച്ചു പറിക്കുമ്പോൾ നാളെ മഹ്ശറ വൻസഭയിലെ സബാനിയാക്കളായ മലക്കുകൾ നിന്നെ പിടിച്ചു വലിച്ച് ചുട്ടുകരിക്കുമ്പോൾ അത് നോക്കി ചിരിക്കാൻ, അത് നോക്കി സന്തോഷിക്കാൻ, നരകത്തിൽ കടന്നിട്ട് നീ കത്തിയൊരുകുന്നത് സ്വർഗത്തിൽ നിന്നിട്ട് കാണാ അല്ലാഹു അവസരം കൊടുക്കുന്നുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നുണ്ട്. സ്വർഗത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ സ്വർഗത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നു. എത്രത്തോളം വിളിച്ച് അങ്ങനെ അവസാനം വിളിച്ചിട്ട് ഇവൻ പോകാത്തൊരവസ്ഥ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ഇവൻ നാണക്കേടായി, ഇവന്റെ ഇസ്സത്ത് പോയി, ഇവനെ കളിയാക്കി ചിരിച്ചിട്ട് ഇവൻ ബോധരഹിതനായി, ഇവൻ നാണക്കേടായി, ഇവൻ എളിപ്യനായിട്ട് നരകത്തിൽ നിന്ന് പിന്നെ വിളിച്ചാൽ ഇവൻ നോക്കാത്ത പോലെ നാണം കെട്ടുപോകുന്നു. ആരാണ്? മനുഷ്യന്റെ ഇസ്സത്ത് കെടുത്തിയവർ. ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ് നല്ല സംഘാടകർ നല്ല കുടിക്കാനൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ കുടിക്കുന്ന വെള്ളം എടുത്തോണ്ട് നേരെ വന്നിട്ട് ഇരുന്നിട്ട് കുടിച്ചാൽ വലിയ വർക്കത്ത്. അൽഹംദുലില്ലാഹ്
അങ്ങനല്ലേ? ഇരുന്നിട്ട് കുടിക്കുക, ഇരുന്നിട്ട് തിന്നൊക്കെ പറഞ്ഞ വലിയ വലിയ വിഷയമാണ്. ആരോഗ്യത്തിന് ഭയങ്കരമായ എഫക്റ്റീവായി നമ്മുടെ ആരോഗ്യവുമായി ബന്ധിച്ചതാണ് ഈ നിന്നിട്ട് തിന്നുക, നിന്നിട്ട് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ. മംഗളത്തിന്റെ അവിടെ പോയിട്ട് ലൈം ടീ ഇരുന്നിട്ടല്ലാതെ കുടിക്കലില്ല. അങ്ങനത്തെ ആളെ ഒന്നൊന്ന് കൈപൊക്കിയ ദ്വാരക്കാന് വേറൊന്നുമല്ല. ഇരുന്ന് ഒരാൾ അൽഹംദുലില്ലാ, രണ്ടാൾ അൽഹംദുലില്ലാ. ലൈം ടീ അല്ലെങ്കിൽ മൈസൂർ പാക്കൊക്കെ ഇരുന്നിട്ടല്ലാതെ കുടിക്കലില്ല, തിന്നലില്ല. അതാണ് ബഫേ സിസ്റ്റമൊക്കെ വലിയ അദബല്ല എന്നാണ്. സൗകര്യം അല്ല ഉസ്താദെ, വേറെ സൗകര്യമില്ല. എന്ത് പറഞ്ഞാലും അദബ്. ആ പാത്രം ഇതൊക്കെ വെച്ചിട്ട് ചില ആൾക്കാരും നല്ല ഉസ്താദ് അങ്ങനെ കൊടുത്ത് ഇസ്രാഫാന്ന്, ഇങ്ങനെങ്കിലും ഇസ്രാഫാന്നില്ല. അത് പറയണ്ട. ബഫന്റെ അടുത്ത് ചില ആള് ചില ഉദാസിനെ പിടിച്ചോറുണ്ട്. ഓറ് പ്ലേറ്റ് പിടിച്ചോണ്ട് പോയെങ്കിൽ ടിപ്പർ ലോറി പോയ പോലെ എല്ലാം ആടെയുള്ള ബുൾഡോസർ കോരിയിടുമ്പോ മണ്ണ് വേറെ, കല്ല് വേറെ, തൈ വേറെ ഇടുന്നല്ലേ. എല്ലാം ഒക്കെ റാസിട്ട് മീനുണ്ടെങ്കിൽ മീനും, ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചി, കോഴി ഉണ്ടെങ്കിൽ കോഴി. അതിന്റെ ഇടയിൽ ചില നല്ല സ്വാലിയായ മനുഷ്യന്മാരുണ്ട്. ഉസ്താദുമാരെ കണ്ടെങ്കിൽ ഉസ്താദ് എപ്പോഴൊക്കെ ഫിഷ്, മീൻ, കൊയ്യലൊക്കെ തിന്നെങ്കിൽ എന്തോ ആന്നില്ലല്ലേ, എപ്പോഴല്ലേ എപ്പോ തിന്നെങ്കിൽ എന്തോ ആന്നില്ല. പോന്ന് വയറ്റിനുള്ളിലേക്ക് എന്തോ ആന്നില്ല, തൊണ്ടയിൽ കിട്ടുന്ന എന്തോ ആന്നില്ല. നല്ലതല്ല ആരോഗ്യത്തിനല്ല. പിന്നെ ഈ മീനാക്കിന ഈ മട്ടണും കോയും തിന്നാത്ത മനുഷ്യന്മാർക്കാണ് ഈ മീനാക്കി അല്ലെ. എല്ലാവർക്കും മീനും കോയും ഇറച്ചിയും തിന്നാൻ വേണ്ടിട്ടല്ല. ഈത്തോറെ എങ്ങനെയെന്ന് അറിയില്ല. കടപ്പക്കാർ പിന്നെ വേണ്ട എത്ര പാട് മീനും തിന്നിട്ട് ഇറച്ചിയും തിന്നിട്ട് അങ്ങനെ അല്ലെ. എന്തുട്ടാന്ന് എന്തൊരു ഊട്ടാന്ന് പറയുന്നല്ല. എല്ലോ വേണ്ടത്ര എടുക്കുന്നത്ര വലിയ ഊട്ട അങ്ങനെ കൊടുക്കുന്നോന്ന് അറിയില്ല. ഏതാണെങ്കിലും അതങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്കൊരു വയൽ പറഞ്ഞ് മൈസൂർ പാക്കും ജിലേബി എല്ലാം കെട്ടിയിട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഭയങ്കരമായ കമന്റ്, എന്തെല്ലാം ചീത്തവിളിയാണ് എനിക്കെതിരെ വിളിച്ചത്. അയാൾക്ക് എന്റെ അധിക പ്രസംഗം മൊയിലാറ് സൊറാക്കിങ് മയ്യാവുന്നെല്ലാം പറഞ്ഞിട്ട് വോയിസ് എല്ലാം വന്നു. ഓർന്നിരിച്ച ഞങ്ങളെ സൊറാന്നില്ലെങ്കിൽ പുത്തുപോകുന്ന നിസ്കരിക്കുന്ന എന്തെങ്കിലും ചില്ലറ തന്നെ കീസ കിട്ടുകൊണ്ട് പോന്നെ ഞങ്ങളെ സൊറ ഇത് നിരിച്ചിനോർ മംഗളത്തിനാക്കിയിട്ടിന്റെ ജവാബ്ദാരിക എടുത്ത് കാക്കരിക്കും കാക്ക. പിന്നെ മർമ്മക്കല്ല കൂടിയിട്ട് മൈസൂർ പാക്കിൽ കാക്കതെല്ലാം ഉള്ള കിട്ടാന്ന് കുറച്ച പൈസ. എന്റെ പാദ്യാമന്റെ മൈസൂർ പാക്ക് തീർന്നു, ജിലേബി തീർന്നു. ഇത് കാക്കുള്ള കിട്ടണല്ല. ഈ ബന്ന പെണ്ണുങ്ങാന്ന് ഞാൻ ചെന്നില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും കൂട്ടിക്കോളാം. മിഞ്ഞാന്നത്തില് ബസ് സ്റ്റാൻഡിൽ കാത്തോണ്ടായി ഒരു ജാഗയിൽ നാട്ടിനടുത്ത് ഒരു 4 പെണ്ണിങ്ങളുണ്ടായി അപ്പർ സൈഡ്. മെല്ലെ അതാ പെണ്ണുങ്ങളെ പറയാൻ ഉസ്താദ്. ഞാൻ കേട്ടിട്ട് കേൾക്കാത്ത പോലെക്ക് എന്റെ നാട്ടിനടുത്തായതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ അടരുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ പറയുന്ന ഉസ്താദ് സുബ്ഹാനല്ലാഹ്. ഇത് വിഷയം എന്തറിയോ? പെണ്ണുങ്ങളിൽ എല്ലാരും പറയുന്നു ഈ കട്ടാക്കുന്ന യൂട്യൂബ് അതെല്ലാക്കുന്ന ആണിങ്ങ യോറെന്താക്കുന്നെന്ന് കേട്ടെങ്കിൽ ഈ പെണ്ണുങ്ങളെ പറഞ്ഞതിനെ മാത്രം ക്ലിപ്പാക്കിയിട്ട് ഈനെ മാത്രം അയക്കുന്നു. പെണ്ണുങ്ങളെ എല്ലാ കെണിയും പൊളിച്ച ഉസ്താദ്. ഈ ആണുങ്ങൾ നോക്കുന്നു, പെണ്ണുങ്ങൾ നോക്കുന്നു. ആണുങ്ങളെ പറഞ്ഞത് നേരെ അതിന്റെ അപ്പുറത്തുണ്ട്. ഇതിനെ ക്ലിപ്പാക്കുന്നില്ല. ഇത് 2 മണിക്കൂറിന്റെ ഇടയിൽ ഓടെങ്ങും വീണിട്ട് മണ്ണി നിന്നിട്ട് പോകുന്നത് അത് വരുന്നില്ല. ഇതേ വരുന്നില്ല. ഞാൻ ഇപ്പൊ വയലിന് പോയോടല്ലേ ചെന്ന് കൂടാരം കൊണ്ട് ക്ലിപ്പാക്കുന്നവരുണ്ടെങ്കിൽ ആണുങ്ങളെ പറഞ്ഞതിനെ ക്ലിപ്പാക്കണം അല്ലെ. ഞമ്മക്കയില് പോകാൻ കഴിയണ്ടല്ലോ. പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു മുട്ട വിറ്റ് എറിഞ്ഞങ്ങ് മര്യാദ പോയി അല്ലെ. അങ്ങനത്തെ പക ഇപ്പൊ അങ്ങനത്തെ പക. ഇപ്പൊ അങ്ങനത്തെ ഉസ്താദ് തങ്ങാനൊന്നുമില്ല. പെരുന്നാന്റെ പല മാർക്കറ്റിലെ ഉസ്താദ് ഉപ്പയെ വരച്ചോണ്ട് പോന്ന പോക്കലുണ്ടല്ലോ. വേണമെങ്കിൽ സൈഡിൽ നിൽക്കണം. അങ്ങനല്ല, അങ്ങനത്തെ അവസ്ഥ. ആണായെങ്കിൽ പെണ്ണായെങ്കിൽ ബഹുമാനല്ല. പണ്ടല്ല വലിയ ഉസ്താദ് എന്നല്ല പറഞ്ഞെങ്കിൽ മദ്രസ പഠിപ്പിക്കുന്ന ഞമ്മല്ല ശ്രദ്ധ ഉണ്ടാകുമ്പോ സൈക്കിൾ ചവിട്ടിയോണ്ട് പോകുമ്പോ ഉസ്താദ് വന്നെങ്കിൽ സൈക്കിളിനെ കണിക്കിട്ടിട്ട് ഒരു ഭാച്ചൽ അല്ലേ. ഉസ്താദ് നോക്കുമ്പോ സൈക്കിൾ മാത്രം, ആളില്ല, മായ. പിന്നെ കൊറേ കാണും. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ സൈക്കിൾ ചവിട്ടിയോണ്ട് മക്ക വന്നിട്ട് അല്ലേ സന്തോഷാണ്, വേണ്ടാന്നൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ. അങ്ങനെയല്ലാണല്ല മക്കൾക്ക്. അങ്ങനെ ഫ്രീഡം വേണം, വേണ്ടാതൊന്നുമല്ല. അദബും മര്യാദ ഒക്കെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അദബും പഠിപ്പിക്കണം, സ്നേഹവും രണ്ടും വേണം. സ്നേഹവും വേണം, കൂട്ടത്തിൽ അദബും വേണം. അള്ളാഹു ഞങ്ങളുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഇരുന്നിട്ട് തിന്നണം, ഇരുന്നിട്ട് കുടിക്കണം. കൈ നീട്ടിയിട്ട് എറിഞ്ഞിട്ട് തിന്നുന്നതിൽ വലിയ ബറക്കത്തില്ല. സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ ആക്കുകയോ ആക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതിഥി സൽക്കാരത്തിന്റെ ഭാഗമായി ബഹുമാനം ബഫേ ഇഷ്ടമല്ല, വലിയ ഹൈറില്ല.
അതിൽ വലിയ ഖൈറില്ല. സൗകര്യമില്ലാത്തതൊക്കെ ചെയ്തോളി, എന്നാലും ഇരുന്ന് തിന്നാൻ നീ അവസരം അവിടെ ഉണ്ടാക്കണം. ഇരിക്കാനൊരു ചെയറ്, ഇരിക്കാനൊരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കണം. അതിലൊക്കെയാണ് ഖൈറുള്ളത്. അല്ലാ അല്ലാ ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണം അല്ലാ. മുത്തുമുഅ്മിനീങ്ങളെ, ആരെയും നീ ബുദ്ധിമുട്ടിച്ചു കളയരുത്, ആരെയും ഇടങ്ങേറാക്കരുത്, ഒരാളെയും നീ ഉപദ്രവിച്ചു പോകരുത്. മണി 10:15 ഒരു കാമണിക്കൂറും കൂടി വയത് പറയാം. ബഷീറിനോട് പിരിവെന്തുണ്ടാന്ന്. ഏകദിന പ്രഭാഷണം ഞാൻ കുറെ പിരിച്ചിട്ടല്ല വല്ല ബുദ്ധിമുട്ടുണ്ടാകും. പിരിവെന്തും വേണ്ട, ബക്കറ്റ് പിരിവെന്നെ ധാരാളം മതി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിലൊക്കെ വാങ്ങാം. അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരോടും നന്മയുടെ സ്വഭാവത്തിലാകണം. പെരുമാറ്റം ഇപ്പൊ എല്ലാത്തും ചതിയാൻ. വരുന്ന വൈക്ക് നാടൻ ചർങ്ങ, എന്താ വെള്ളച്ചർല തൂക്കിയിട്ടത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഒരു പച്ചക്കറിക്കാരൻ, നമ്മളൊക്കെ അറിയുന്ന ഒരു ബാല്യക്കാരൻ ഉണ്ടാന്നറിയില്ല. അവൻ ചെല്ലി ഉസ്താദ് എന്തെങ്കിലും ഒരു 2 തമാശയും ചെല്ലി ഉസ്താദേ അതിന്റെ ഇടയിൽ നാടൻ പച്ചക്കറിയെല്ലാം വാങ്ങി പൈസ കൊടുക്കുമ്പോൾ പൈസ വേണ്ട ഉസ്താദ്. എന്റെ പേരറിയാം. അവർ മെഡിക്കലിന്റെ എതിരുള്ള പച്ചക്കറിനെ പിടി, മെഡിക്കലിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാളും ഇല്ലല്ലേ? ഏതോ ആകട്ടെ, എന്തായാലും ഫ്രീക്ക് വാങ്ങണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്ത് ബർക്കത്തിന് ചില്ലറ കൊടുത്തിട്ട് വന്നു. ഏതായാലും സന്തോഷം, അല്ലാഹുവിന്റെ കച്ചവടത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഇതിന്റെ ഇടയ്ക്കൊരു ജാഗയ്ക്ക് പോയിട്ട് മീനെല്ലാം വാങ്ങി. ഒരു 1-2 റുപ്യന്റെ മീനെല്ലാം വാങ്ങി. അയാൾ ഗുർത്തല്ലാക്കി, ഗുർത്തണ്ട ഞങ്ങൾ ഉസ്താദിന് ഗുർത്തുണ്ട, നിങ്ങൾ ഇതെല്ലാം അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, നല്ല ഗുർത്തല്ലാക്കിയിട്ട് മീനെല്ലാം വാങ്ങിയിട്ട് വരുമ്പോ അയാൾ ചെല്ലു, ഉസ്താദ് ഒരു 2 കിലോ മീനും 1 കിലോ കാസ്ത എടുത്തോളൂ നിങ്ങൾ ഇക്കട്ട്. ഞാൻ വേണ്ട, ഇതെല്ലാം എടുത്തല്ലേ എന്ത് ബിർസ കണ്ട ഉസ്താദ്. ഞാൻ ഇങ്ങനത്തെ മനുഷ്യന്മാർ ഇപ്പൊ ഉണ്ടല്ലേ, ഏത് ഒരു ഉസ്താദോട് ബിർസല്ലാക്കുന്ന. അങ്ങനെ വന്നിട്ട് എത്തിയിട്ട് ഇതെല്ലാം നോക്കുമ്പോ ഞമ്മ എടുത്തിട്ട് കൊണ്ടുവന്ന മീനല്ല, നല്ല മീൻ. ഈ മനുഷ്യൻ 2 കിലോ ഒഴിഞ്ഞിട്ട് ബാക്കിയായതുണ്ടായിരുന്നില്ല. ഇത് മാത്രം ബടക്ക് മീൻ. ഈനെ 1 കിലത്തിന്റെ പൈസ എടുത്തിട്ട് ഉസ്താദിന് ബഹുമാനിച്ചിട്ട് കൊടുത്തിന്. ഉസ്താദ് എടുത്ത പോറും നിങ്ങൾക്കായത്തിൽ 1 കിലത്തെ കാസുമയ്യാവും. ഈനെ കൊണ്ട് എറിയുന്ന പണി ഒഞ്ഞയാൾക്ക് ഈ ബടക്കായ മീനിനെ. എന്റെ 1 കിലത്തിന്റെ പൈസ കണ്ട ഡോങ്കിന്ന് ചെല്ലെങ്കിൽ ബഹുമാനിച്ചിട്ട് അല്ലേ വീടെല്ലാം പണ്ടെല്ലാം പറയലുണ്ട്, തങ്ങളെ ബഹുമാനിച്ചിട്ട് തെങ്ങിലെ കേട്ടിനേന്ന്. തങ്ങ ചെല്ലിയാല പൊണ്ടം മറിക്കും, ഓമ്പല്ലേ വളവോ. ഓൻ ചെല്ലല്ല യാ തങ്ങളെ തങ്ങ താഴെ നിന്നിട്ട് ഞാൻ മീത്ത കയറി, എനിക്ക് സാധ്യമല്ല തങ്ങളെ തങ്ങനെ കയറി വരുമ്പോ എനിക്കൊരു പൊണ്ടെടുത്തോളി. എങ്ങനെ തങ്ങ താഴെ നിന്നിട്ട് തെങ്ങിന്റെ മീത്ത കയറണ്ടേ, എനിക്കത് സാധ്യമല്ല തങ്ങളെ തങ്ങനെ കേറി വരുമ്പോ പൊണ്ട എനിക്ക് ഒന്നെന്തായിക്കോളി എടുത്തോളി. ഇങ്ങനത്തെ ബഹുമാനം ചില ആളെ ബഹുമാനം. ആ ബടക്കായ 2 കിലോ മീനിന് എനിക്ക് 1 കിലത്തെ കാസമയ്യാവും ഉസ്താദ്. നക്കടിക്കല് പറയുമ്പോ നിങ്ങക്ക് ജാഗലൊരു വക അന്തജായിട്ടുണ്ടാവും. ഞാൻ കേട്ടേന്ന് പറയുന്നില്ല. ഇങ്ങനത്തെ ചതിയാണ്. ചതി മനുഷ്യന്മാർ മൊത്തം ചതി. ഗാഡിന്റെ ബ്രോക്കർമാർ ഒരായിലുണ്ട്. അത് ഇത്ര ഡോക്ടർ സ്റ്റിക്കർ, ഇത്ര അഡ്വക്കേറ്റിന്റെ സ്റ്റിക്കർ, ഈനെടുത്തിട്ട് പറ്റിക്കുന്ന സിംഗിൾ ലേഡി ഡോക്ടർ ഓടുവാട്ടിന്ന് ഗാഡി കിലോമീറ്റർ പിടിച്ച് ഒരു പീണ്ടിക്കൽ 1 കാലി 70. ക്ലീൻ ഗാഡി. ക്ലീൻ ഇല്ലാതെ എന്താ പിന്നെ ചാടം എത്തിയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ഇല്ലാതെ. ഇങ്ങനത്തെ ചതിയാണ്. വേഗാക്കണം. 4 വേറെ പാർട്ടി പണ്ടേ ഒന്നു വേഗ ഇനി ബ്രോക്കറിന്റെ കയ്യിൽ കച്ചവടം ആയില്ലെങ്കിൽ നാഗത്തെ സമസ്യ ഉണ്ട് കണ്ടോ ജാഗ. ഇത് ബ്രോക്കർമാർ ഇടുന്ന നാഗ ആൾക്കാർ പേടിച്ചിട്ട് പായുന്നു പോയോ. നാഗന്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ ഇത് ജാഗന്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. ഇങ്ങനത്തെ അക്രമം ചെയ്യുന്ന ചില ആളുകളുണ്ട്, പൊതു തപ്പിക്കുന്നു. പണ്ട് കുറച്ച് മുന്നേ ഞങ്ങൾ വയൽ പറഞ്ഞുകൊണ്ടായ പെണ്ണുമക്കളെ പൊതു തപ്പിക്കുന്നേന്ന്, പെണ്ണുകിടാക്കളെ. ഇപ്പൊ അത് ചൊല്ലനേ ഇല്ല. ഇപ്പൊ പെണ്ണുമക്കളെ പൊതു ആര് തപ്പിക്കുന്നില്ല, കാരണം പെണ്ണുമക്കളില്ല. ഇല്ല. ഇന്നലെ പോയയുടെ സമയത്ത് ദ്വാരക്കാന് ആണുമോന് പെണ്ണ് കിട്ടാൻ ദ്വാരക്കാന് സംഭാവന. ഇന്നലെ പോയിട്ട് സംഭാവന. എന്റെ ഇടയ്ക്ക് വയൽ പറഞ്ഞ് സ്വാലിഹത്തായ പെണ്ണ് കിട്ടാന്ന വിഷയെല്ലാം പറഞ്ഞിട്ട് പോകുമ്പോ ഒരു ബാലക്കാര ചൊന്ന അല്ലാത്തതോ ഒരു പെണ്ണ് കിട്ടിയെങ്കിൽ മതി ദ്വാരക്കാർ. അങ്ങനത്തെ പരിസ്ഥിതിയായി. ബാലക്കാർക്ക് പെണ്ണില്ല. ഉള്ള പെണ്ണലെ തേച്ചു ഇൻസ്റ്റാഗ്രാം നൊങ്കി ഏടില്ല എല്ലാം കൊണ്ടുപോയി ഓരോരുത്തർ. എങ്ങനത്തെ ആളെല്ലാം കൊണ്ടുപോയി. അതിന് വയസ്സ് കണക്കില്ല, ചന്തം കണക്കില്ല, എന്തുമില്ല.
കൽബ് പറിച്ചിട്ട് കൊടുക്കുന്നു അപ്പുറത്ത്. ഓ ഇങ്ങനത്തെ കൽബ് കുറെ ആൾക്ക് പറിച്ചു കൊടുത്തു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ജാഗക്ക് ലാസ്റ്റ് പെണ്ണ് ചെല്ലും, ഞാൻ ആത്മഹത്യാക്കുക, എനിക്ക് ഓണെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യാക്കുക. ലാസ്റ്റ് ഫാമിലിക്കാർ കൗമ ഞമ്മളുടെ അല്ലേ നോക്കാതെ ചെല്ലിട്ട് പോയി ഓനെ തേടിയോണ്ട് പോയിട്ട് ഇവിടെ ചായ പീടിയല്ലേ ചായ എല്ലാം കുടിച്ചിട്ട് കേട്ട് ഇളയകര ഇബ്രാഹിച്ചാന്റെ മോൻ എങ്ങനെ ആളെങ്ങനെ എന്ത് വിഷയ അല്ലൊരു പൊതുവിന്റെ വിഷയത്തിൽ വന്ന് എങ്ങനത്തെ പൊതു പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബാൽദി പോയി നല്ല നീയത്താക്കി ഇട്ടോളി ഇട്ടത്തിട്ട് എത്ര ഇട്ടെങ്ങും അറിയാല സിദ്ധരാമയ്യന്റെ പൈസ വരുന്നല്ലേ ഇടി നല്ല നീയത്താക്കിയിട്ടിടി തപ്പാതെ കറക്റ്റ് 2,000 രൂപ പറഞ്ഞു യജമാണ് ₹1 പൈസ കേൾക്കുന്ന മനസ്സയാൾക്ക് അല്ല കൊടുക്കണ്ട അല്ലേ ആണെങ്കിൽ ഈ ലൂസിലാക്കല്ല 50-50 ആക്കാൻ ഈ പാപ്പ വന്നിട്ട് 1000 നക്കലറിഞ്ഞു കൊടുക്കണ്ട എന്ന് കൊടുക്കണ്ട വെച്ചോളി നിങ്ങൾക്കായി നേർച്ച ഡബ്ബിക്കിടാൻ പാപത്തോർക്ക് സദക്ക കൊടുക്കാൻ മാത്രം എടുത്തിട്ട് കുറെ വെച്ചോളണം സർക്കാർ എത്രപ്പോ അല്ലെ എത്ര കാലം ഉണ്ടാകുന്നൊന്നും പറയാൻ കഴിയില്ല ഏതും ആകട്ടെ നല്ല നീയത്തിൽ സദക്ക ചെയ്യണമെങ്കിൽ പെണ്ണുങ്ങന്നാണ് അല്ലെ കൊടുക്കണമെങ്കിലല്ല പെണ്ണുങ്ങൾ അതിൽ വലിയ ഉഷാറാണ് അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും ഇത് അനുഗ്രഹിക്കട്ടെ എന്ത് ചൊല്ലിക്കൊണ്ടേ അതിന്റെ ഇടയിലും ബാൽദിന്റെ മറന്നു എങ്ങനെ പൊതു തപ്പിക്കുന്ന വിഷയം ആണ് മക്കളെ പറ്റിയല്ല എന്തൊരു സ്റ്റോറി പറഞ്ഞല്ല മംഗല പീഡിയൊക്കെ പോയിട്ട് കേട്ടു എങ്ങനെ പുതിയ അപ്പളെ എന്റെ ലവിന്റെ വിറ്റ് വിഷയമാണ് കേട്ടായിരുന്നു ആ പീഡിയന്റെ ആള് ഈ മാസത്തിൽ നിങ്ങൾ 4ാമത്തെ ആള് എന്തേ 4ാമത്തെ ഫാമിലി വരുന്നത് പെണ്ണ് മക്ക ചെന്ന ഓനാക്കില്ല ഞാൻ ആത്മഹത്യയാക്കുക നിങ്ങൾ 4ാമത്തെ ആള് നാലാമത്തെ ലാസ്റ്റ് പെരക്കല്ലേ പോയിട്ട് കേട്ട് ഇങ്ങനെ പെണ്ണ് മുണ്ടിയിട്ട് നമ്മളെ ജില്ലയിൽ തന്നെ ദൂരോടെ കേരളത്തിൽ എന്തല്ല എങ്ങനെ ഓടുന്നു വന്ന നിങ്ങ ഞാൻ കൊന്തില്ല ലാസ്റ്റ് ഫോണാക്കിട്ട് ഓളെ കയ്യിൽ കൊടുത്തത് മുണ്ടു ഞാൻ കൊടുത്തില്ല ഓനി ഇതേ പണി എല്ലാരും കൽബ് മാന്തിട്ട് പിരിസ കൊടുത്തിട്ട് ഓരോ റീചാർജ് ആക്കിട്ട് കൊടുക്കുന്നു ഓനി ആയിരിക്കും ഈ പെണ്ണ് പിള്ളേർ പാപ്പ ഈ പെണ്ണ് മക്ക പാപ്പ പെണ്ണു മക്കൾക്ക് എന്തൊന്നില്ല ഓർ നിന്നെ ഞാൻ പിരിസാക്കി നീ എന്റെ കൽബാണ് കരളാണ് കുളിരാണ് തേനാണ് പാലാണ് മുത്താണ് ചെല്ലുമ്പോ യോർ തിരിച്ച് എല്ലാം തീർന്നില്ല എന്നെന്തെങ്കിലും ബാക്കിയുണ്ട് ഇത് പണ്ട് 15ാമത്തെ ആള് എന്നുള്ളത് ഈ പാവം പെണ്ണിന് അറിയുന്നില്ല 2 നാത്തന്നെ ഫോട്ടോ അയച്ച് വീഡിയോ അയച്ച് എല്ലാം തോറ്റിട്ട് പോയി അവസാനം ഏതു ആകട്ടെ അങ്ങനെയൊന്നും അതിലും വലിയ ഖൈറില്ല അതിൽ വലിയ ബറക്കത്തില്ല അതിൽ വലിയ സമാധാനമില്ല അതിൽ വലിയ സന്തോഷമില്ല ഏതാണെങ്കിലും റബ്ബ് തആല ഖൈർ അടുപ്പിച്ചു തരണം ഇന്ന് ആൺമക്കളെ പൊതു തപ്പിക്കുന്ന ആൾക്കാർ ബാലക്കാർ ഞാൻ കണ്ടിടത്തോളം പാന്റ് ഷർട്ടെല്ലാം ഇട്ടിട്ടാണെങ്കിലും കാണുമ്പോൾ ചിലപ്പോ നമുക്ക് തോന്നും മുമ്പിൽ റൗഡി ആയിട്ടുണ്ടാകും കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നോട്ട് വന്നു നിൽക്കുന്നത് ആ ചെറുപ്പക്കാരാണ് ആചാരയില് പൂക്കുന്ന പൈസ കൊടുക്കല പ്രത്യേകിച്ച് ഈ തോട്ടക്കാരുണ്ടല്ലോ കൃഷി തോട്ടം അധ്വാനം പണ്ടത്തെ പൈസക്കാർ ഒരു 500 രൂപന്റെ നോട്ടിനെ 3 കുറി തുപ്പുനീർ തൊട്ടിട്ടല്ല വരക്കാനുണ്ട് അതിന്റെ തപ്പിന്റെ ഒന്നിന്റെ ഒന്ന് ജോയിന്റ് ആയിട്ട് പോയിരുന്ന അത്ര ജാഗ്രത 1 കോടി തീർക്കുന്ന ഏതെങ്കിലും പാവപ്പെട്ട മിസ്കീൻ വന്നെങ്കിൽ അല്ലെങ്കിൽ പരക്ക് ഉസ്താദ് വന്നെങ്കിൽ എന്ത് ജാഗ്രത ഓരോരുത്തർ ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ വരക്കുന്ന കാണുമ്പോ ഞങ്ങൾ ഇത് മാഞ്ഞിട്ട് പോകുന്നതിന്റെ സംഖ്യ ആ മാതിരി പിടിച്ചിട്ട് പീണ്ടിക്കുന്നു ചില ആൾ അങ്ങനെ ഉണ്ട് നേരത്തെ ഡബ്ബിക്കിടുന്ന ആർക്കും വേണ്ടാത്ത കീറിയിട്ട് നോട്ടു പള്ളിന്റെ നിലക്ക് വെള്ളിയാഴ്ച വരുമ്പോ ചുറ്റിട്ടൊരിടൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഉസ്താദുമാർ ഖത്തീബ് ഉസ്താദ് വലിയ കഷ്ടമുണ്ട് എന്തെന്ന് കേട്ടെങ്കിൽ പിന്നെ മുണ്ടാതെ എത്ര പോകുന്നു ആട്ടി അത്ര അത് വേറെ വിഷയം മുണ്ടിയാ മുണ്ടിങ് ഡേഞ്ചർ മുണ്ടിങ് ഇപ്പൊ കള്ള് കച്ചവടക്കാരുണ്ടാവും കള്ള് കുടിക്കുന്നവരുണ്ടാവും ഗാഞ്ചക്കാരുണ്ടാവും പലിശക്കാരും എല്ലാം ഉണ്ടാവും ഇതിന്റെ ഇടയ്ക്ക് ഒരു ജാഗയില് ആചാരമൊത്തും അനാചാരങ്ങളും സബ്ജക്ട് ഉസ്താദിന് വയലിന് ഉസ്താദ് വന്നിട്ട് ചൊല്ലി നിസ്കരിക്കുന്നത് ആചാരം നിസ്കരിക്കാതിരിക്കൽ അനാചാരം നോമ്പ് നോക്കൽ ആചാരം നോമ്പ് നോക്കാതിരിക്കൽ അനാചാരം ഹജ്ജിന് പോകൽ ആചാരം ഹജ്ജിന് പോകാതിരിക്കൽ അനാചാരം അപ്പൊ അയാളോട് കേട്ടാ എന്ത് ഇത് ഇങ്ങനത്തെ വാലെന്തേ അയാള് ചെല്ലല വേറെ എന്ത് ചൊല്ലിയെങ്കിലും നെക്സ്റ്റ് എന്നെ വാലൊക്കെ വിളിക്കല ഏത് വേറെ അനാചാരം മംഗളത്തിന്റെ അനാചാരം
മറ്റുള്ള സമുദായത്തിൽ ഒരുപാട് അനാചാരങ്ങളുണ്ട്. ഇത് ചെല്ലിങ് നഷ്ടവാള് കിട്ടല, ഇത് ചെല്ലിങ് ആർക്കും തൊന്തരയില്ല. ഈ രൂപത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. അനാചാരങ്ങളെ അനാചാരങ്ങളായി പറയുകയും ആചാരങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടോടെ പോരാടണം. ഫലസ്തീനി മക്കൾക്ക് ലോക മുസ്ലിമീങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞതിൽ സങ്കടപ്പെടുന്നവരല്ലേ നമ്മള്? യാ അല്ലാഹ്, അവിടെ മരിച്ചുപോയ മക്കള്, രക്ഷിതാക്കള്, ഉമ്മമാർ, ഉപ്പമാർ, അവർ